വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഒരു ലക്ഷണം വരുമ്പോഴേക്കും ഒരു പീരിയഡ്സിന്റെ ആണോ പ്രഗ്നൻസിയുടേതാണോ എന്ന് ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അപ്പൊ നമുക്ക് പീരിയഡ്സിന്റെ ലക്ഷണവും പ്രഗ്നൻസിയുടെ ലക്ഷണവും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഇപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഈ ഒരു ലക്ഷണം പീരിയഡ്സ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകും, പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്കുണ്ടാകും. പക്ഷേ പീരിയഡ്സിനെയും പ്രഗ്നൻസിയെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാം. അതായത് എനിക്കുണ്ടായ ലക്ഷണം പീരിയഡ്സിന്റെ ആണോ അല്ലെങ്കിൽ എനിക്ക് വരാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ടും ഇതിലൂടെ സാധിക്കും. അപ്പൊ അത് ഏത് ലക്ഷണമാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീയുടെ ശരീരഭാഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ശരീരഭാഗമാണ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ മുതൽ തന്നെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ബ്രസ്റ്റിൽ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റിലെ ആ ഓരോ ഗ്രന്ഥികളിലും വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ അവരുടെ പ്രവർത്തനമെല്ലാം കുറെ കൂടി അഡ്വാൻസ്ഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചേഞ്ചസ് ബ്രസ്റ്റിലും എളുപ്പത്തിൽ തന്നെ കണ്ടുവരും. ഏതൊരു സ്ത്രീയുടെയും പ്രഗ്നൻസിയുടെ ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗിൽ തന്നെ, അതായത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ആഴ്ചയാകുമ്പോൾ തന്നെ ഈ ഒരു ലക്ഷണം നമുക്ക് തുടക്കത്തിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലക്ഷണം, അതായത് ബ്രസ്റ്റിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എങ്ങനെയാണ് പീരിയഡ്സിന്റെ ആണോ പ്രഗ്നൻസിയുടേതാണോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പീരിയഡ്സ് ആകുന്ന സമയത്താണ് ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിന് വേദന ഉണ്ടാവുന്നതെങ്കിൽ ആ ഒരു ലക്ഷണം പല സ്ത്രീകൾക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റം എന്ന് പറയുന്നത് പീരിയഡ്സ് ആകാനായിട്ട് പോകുന്നത് എന്നാണോ അതിനേക്കാൾ ഒരു 2-3 ദിവസം മുൻപ് ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ചില സ്ത്രീകൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വളരെയധികം കൂടുതലായിരിക്കും. ചിലപ്പോൾ എപ്പോഴാണ് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനേക്കാളും ചിലപ്പോൾ ഒരാഴ്ച മുമ്പൊക്കെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണ് നിങ്ങൾക്ക് ബ്രസ്റ്റ് പെയിൻ അനുഭവപ്പെടുന്നതെങ്കിൽ ആ ബ്രസ്റ്റിന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതായത് പീരിയഡ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ചേഞ്ചസ് ആ പ്രഗ്നൻസി അപേക്ഷിച്ചിട്ട് കുറച്ച് ചേഞ്ചസ് പീരിയഡ്സ് ആകുന്ന സമയത്ത് ബ്രസ്റ്റിന് ഉണ്ടാകും. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ബ്രസ്റ്റിലെ വേദന മാത്രമായിരിക്കും. സാധാരണയായിട്ട് നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ബ്രസ്റ്റിലെ വേദന മാത്രമല്ല, ബ്രസ്റ്റിന്റെ ആ ഒരു നിപ്പിള് ഒന്ന് ഡാർക്ക് കളർ ആകും. അതുപോലെ നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയയിൽ കുറച്ച് ലംസ് ഇങ്ങനെ ഫീൽ ചെയ്യും. അതായത് നമുക്കിപ്പോ ഗൂസ് ബംസ് വരില്ലേ, നമുക്ക് രോമാഞ്ചം ഇങ്ങനെ വരില്ലേ, രോമാഞ്ചം വരുമ്പോഴേക്കും നമ്മുടെ രോമം എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സ്കിന്നിലൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ, കുഞ്ഞു 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 കുരുക്കൾ നമ്മൾ കാണില്ലേ, അതുപോലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ ബ്രസ്റ്റിൽ ചിലപ്പോൾ കുഞ്ഞതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്തൊക്കെ വെയിൻസ്, അതായത് നമുക്ക് ആ ഒരു നമ്മുടെ ഞരമ്പ് പോകുന്നുണ്ടല്ലോ, ആ ഞരമ്പ് നല്ലതുപോലെ ഇങ്ങനെ തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ഈ ഓരോ വ്യത്യാസങ്ങളും പലർക്കും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. എന്നാൽ നേരെ മറിച്ച് പീരിയഡ്സ് ആണ് നമുക്ക് വരുന്നതെങ്കിൽ ബ്രസ്റ്റിലെ കുറച്ച് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബ്രസ്റ്റിൽ നമുക്ക് വേദനയായിരിക്കും ഏറ്റവും കൂടുതൽ പീരിയഡ്സ് ആകുന്ന സമയത്ത് ഉണ്ടാവുന്നത്. നമുക്ക് ബ്രസ്റ്റ് തൊടാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ബ്രസ്റ്റിൽ വേദന ഉണ്ടാവുന്നത്, പീരിയഡ്സ് ആവുന്ന സമയത്ത് ബ്രസ്റ്റിൽ വേദന ഉണ്ടാവുന്നത് ചിലപ്പോൾ ഒരു ബ്രസ്റ്റിൽ മാത്രമായിരിക്കും. 2 ബ്രസ്റ്റിലും ഒരുപോലെ തന്നെ വേദന ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബ്രസ്റ്റിൽ മാത്രമായിരിക്കും പ്രഗ്നന്റ് ആകുന്ന പീരിയഡ്സ് ആവുന്ന സമയത്ത് സ്ത്രീകൾക്ക് വേദന അനുഭവപ്പെടുന്നത്. ചിലവർക്കെന്ന് പറയുന്നത് ഈ ഒരു വേദന ആ ഒരു അണ്ടർആംസിന്റെ ഭാഗത്തോട്ടും കൂടി റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആ ഒരു ബ്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിലൊക്കെ നമുക്ക് ആ ഒരു വേദന ഉണ്ടാകും. നമ്മുടെ ജസ്റ്റ് ആ ഒരു അണ്ടർആംസിന്റെ താഴെ നിന്നൊക്കെയുള്ള ബ്രസ്റ്റിന്റെ പോർഷൻ അങ്ങോട്ട് സ്റ്റാർട്ടായിട്ട് വരുന്നത്. ആ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെ ചില സമയത്ത് പീരിയഡ്സ് ആകുന്നതിന് മുന്നോടിയായിട്ടാണ് നമുക്ക് ഈ ഒരു ബ്രസ്റ്റിലെ വേദന അനുഭവപ്പെടുന്നതെങ്കിൽ ചില സമയത്ത് നമുക്ക് ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും, ചില സമയത്ത് വേദനയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സെൻസേഷൻ, ചില സമയത്ത് മൈൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ, അങ്ങനെയുള്ള ഒരു സെൻസേഷനും പീരിയഡ്സ് ആകുന്നതിന് മുന്നോടിയായിട്ട് സ്ത്രീകളിൽ ബ്രസ്റ്റിൽ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് പീരിയഡ്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെങ്കിൽ ഈ ഒരു വേദന ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് ഈ നിപ്പിളിന്റെ ഭാഗത്തായിരിക്കും. നമ്മുടെ നിപ്പിളിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് തൊടാൻ പോലും നമുക്ക് പറ്റാത്ത രീതിക്കുള്ള വേദനകളായിരിക്കും പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പീരിയഡ്സ് അറൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. എന്നാൽ നേരെ മറിച്ച് പ്രഗ്നൻസി ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ബ്രസ്റ്റിൽ ആ ഒരു കളറിലെ ചേഞ്ചസ് ഉണ്ടാകും, ഉള്ളിൽ ഞരമ്പിൽ വ്യത്യാസം ഉണ്ടാകും, ലംസ് ഫീൽ ചെയ്യും, അതുപോലെ നമുക്ക് തൊടാൻ പറ്റാത്ത രീതിക്ക് വേദന ഉണ്ടാകും. ചിലപ്പോൾ അത് 2 ബ്രസ്റ്റിലും ഒരുപോലെ തന്നെ നമുക്ക് ആ ഒരു വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഈ 2 മാറ്റങ്ങൾ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമുക്ക് പീരിയഡ്സ് ആണോ പ്രഗ്നൻസി ആണോ എന്ന് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊന്നുകൂടി ക്ലാസിഫൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. നിങ്ങളുടെ ഒരു ബുക്കിൽ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേദന ഇങ്ങനെ വരും നമുക്ക് ഒന്ന് എക്സാമിൻ ചെയ്യാം നമ്മുടെ ബോഡിയെ.
ഓവറായിട്ട് നമ്മൾ കോൺഷ്യസ് ആയിരുന്നിട്ട് ഇത് പ്രഗ്നൻസിയുടെ ആണ് അല്ലെങ്കിൽ ഇത് പീരിയഡ്സിന്റെ ആണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ട് ഈ ഒരു വേദന എനിക്ക് വന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കരുത്. കാരണം ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും അവർക്കത് കാണാനായിട്ട് പോലും തോന്നുന്നില്ല എന്നുള്ളത്. കാണാനായിട്ട് തോന്നുന്നതും തോന്നാത്തതും നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നത് ഒരു അവയർനെസ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഒരുപാട് പേര് പീരിയഡ്സ് ആയി പോയി ചേച്ചി, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കുറ്റബോധമായിട്ടത് മാറും. ചിലപ്പോൾ അത് പ്രഗ്നൻസി ആയിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയാനേ എന്നുള്ളൊരു തിങ്കിങ് ചിലപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ജസ്റ്റ് ഒരു കുറ്റബോധമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ കിടക്കും. അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓവറായിട്ട് കോൺഷ്യസ് ആയിട്ട് ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ച് നിങ്ങൾ ഇരിക്കരുത്. ഈ ഒരു ടോപ്പിക്ക് കേൾക്കുക, ജസ്റ്റ് ബോഡി ഒന്ന് എക്സാമിൻ ചെയ്യുക, നിങ്ങൾ എന്നിട്ട് വിടണം. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളത് വിടണം. അത് വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളത് ആലോചിച്ച് ഞാനത് എത്രയും ലക്ഷണങ്ങൾ എനിക്ക് ഉണ്ടായില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കത് ആയില്ല, അങ്ങനെ നമ്മൾ ആലോചിച്ച് ഒരുപാട് ടെൻഷനായി ഒരുപാട് സ്ട്രെസ് ആയും പോകും. അതുകൊണ്ട് ജസ്റ്റ് കേൾക്കുക, വിടുക, ആ ഒരു രീതി ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലക്ഷണം കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് നമ്മുടെ ആ ഒരു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആകുന്നത് കൊണ്ടൊക്കെയാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ ആണ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രസ്റ്റിനെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്രസ്റ്റിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇനി പീരിയഡ്സ് ആകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ബ്രസ്റ്റിൽ വേദനകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് പോയിട്ടുണ്ടായിരുന്ന ഹോർമോൺസിന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് അവിടെ സംഭവിക്കുകയാണ്. നമ്മുടെ ഈസ്ട്രോജൻ ഹോർമോണോ അതായത് പ്രൊജസ്ട്രോൺ ഹോർമോണും നല്ല രീതിയിൽ അങ്ങോട്ട് ഡ്രോപ്പ് ആയി പോകും. ഇങ്ങനെ ഒരു ഡ്രോപ്പിംഗ് അവിടെ ഉണ്ടായിട്ട് നമ്മുടെ ആ ഒരു ടിഷ്യൂസ് ഒക്കെ ഒന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഹോർമോൺ ചേഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ സംഭവിക്കും. ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതോടൊപ്പം തന്നെ പല പല ലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് ബ്രസ്റ്റിലും ചേഞ്ചസ് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇനി പ്രഗ്നന്റ് ആകുന്ന സമയത്താണ് നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ ഏകദേശം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് അടുത്ത തന്നെ ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊന്നും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകളുണ്ട്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചിന്തിക്കണം കേട്ടോ. ഈ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് ഞാൻ പ്രഗ്നന്റ് ആയിട്ടില്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകും കേട്ടോ. ആ ഒരു കാര്യം കൂടി മസ്റ്റ് ആയിട്ട് ചിന്തിക്കാം. പിന്നെ പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ വരുന്നതെങ്കിൽ ഏകദേശം പീരിയഡ്സ് തുടങ്ങുന്നതിന്റെ ഒരു 2, 3, 4 ദിവസം മുൻപൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അതിനുശേഷം പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ നമുക്ക് കുറഞ്ഞ് പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ നമുക്ക് ഉണ്ടാകും. സെക്കൻഡ് ഡേ ഒക്കെ തൊട്ട് നമുക്ക് ഈ ലക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഒരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് ഈ ഒരു ലക്ഷണങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഭയങ്കര വേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ ജീവിത രീതി ശരിയല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ശരിയല്ല, നിങ്ങളുടെ ഫുഡ് ശരിയല്ല എന്നതിന്റെയൊക്കെ ഒരു തെളിവാണ്. ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വളരെ നേരത്തെ നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ, ഓരോ മാസവും ഭയങ്കര വേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശരീരത്തെ ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നാലോ, നിങ്ങളുടെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവന്നാലോ, നിങ്ങളുടെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാലോ ഈ ഒരു ലക്ഷണങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോഴാണ്. പ്രൊജസ്ട്രോൺ ഹോർമോൺ നല്ല രീതിയിൽ ഒന്ന് കുറയുന്ന സമയത്തും ഇത്തരത്തിലുള്ള പ്രിമെൻസ്ട്രൽ സിംറ്റംസ് നിങ്ങൾക്ക് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പീരിയഡ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ എങ്ങനെയാണെന്നും പ്രഗ്നൻസിയുടെ സമയത്ത് ഉണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ എങ്ങനെയാണെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.